വെഞ്ഞാറമൂട്ടിലെ ഷെമി എന്ന വീട്ടമ്മ ചങ്കുപൊട്ടുന്ന വേദനയോടെയാണ് തൻ്റെ പൊന്നോമനയുടെ മരണവിവരം അറിഞ്ഞത്. മൂത്ത മകൻ്റെ ക്രൂരമായ ആക്രമണത്തിനിരയായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷെമിയോട് പോലീസും ഭർത്താവും ചേർന്ന് ഇക്കാര്യം പറഞ്ഞെങ്കിലും കൂട്ടക്കുരുതിയെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടില്ല. അതിനിടെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാൻ കുറ്റം സമ്മതിച്ചു. കൊലപാതകത്തിലേക്ക് നയിച്ചത് കടബാധ്യതയെന്നാണ് അഫാന്റെ മൊഴി. ഉമ്മൂമ്മയെ കൊല്ലാൻ കാരണം പലതവണ മാല ചോദിച്ചിട്ടും നൽകാത്തതിൻ്റെ പകയാണ്. 3 ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ട അഫാന്റെ തെളിവെടുപ്പ് ഉൾപ്പെടെ ഉടനുണ്ടാകും. മൂന്ന് കേസുകളിലാണ് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 80-കാരിയായ സൽമാ ബീബിയെ കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് നടത്താനാണ് പാങ്ങോട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ശനിയാഴ്ച വരെയാണ് കസ്റ്റഡി. കൊലപാതകം നടത്തിയ പാങ്ങോടുള്ള വീട്ടിലും ആയുധം വാങ്ങിയ കടയിലും സ്വർണം പണയപ്പെടുത്തിയ സ്ഥാപനത്തിലുമെല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം. ഒറ്റ ദിവസം കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത് കടബാധ്യതയാണെന്നാണ് അഫാന്റെ മൊഴി. അതേസമയം കൊലപാതകത്തിന് പിന്നിൽ സിനിമയുടെ സ്വാധീനമുണ്ടോ എന്ന് വ്യക്തമല്ലെന്ന് പോലീസ് അറിയിച്ചു. എല്ലാ സിനിമകളും കാണുമായിരുന്നെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. ഉമ്മുമ്മയെ കൊല്ലാൻ കാരണം കടുത്ത പകയാണെന്നും പല തവണ മാല ചോദിച്ചിട്ടും നൽകിയില്ലെന്നും പ്രതി പറഞ്ഞു. ക്രൂരമായ ആക്രമണത്തിനിരയായി ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ അമ്മ ഷെമിയെ ഇളയ മകൻ അഫ്സാൻ കൊല്ലപ്പെട്ട വിവരം അറിയിച്ചു. ഭർത്താവ് അബ്ദുൾ റഹീമിന്റെ സാന്നിധ്യത്തിൽ ഡോക്ടർമാരാണ് ഷെമിയോട് ഇക്കാര്യം പറഞ്ഞത്. മറ്റുള്ളവർ കൊല്ലപ്പെട്ട വിവരം അറിയിച്ചിട്ടില്ല. കൊല്ലപ്പെട്ട ഫർസാനയുടെ വീട് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.